പുതിയ കേരളം നിർമ്മിക്കാനാവണം എം.എ. ബേബി. നിരവധി പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കുകയാണെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് പുതിയൊരു കേരളം നമുക്ക് സൃഷ്ടിക്കാൻ ആവുമെന്ന് CPIM ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. യുദ്ധഭീഷണിയും സാമ്പത്തിക പ്രതിസന്ധികളും മോദി സർക്കാരിന്റെ പകപോക്കലും സാമ്പത്തിക ഉപരോധവും സംഘപരിവാർ വെല്ലുവിളികളും എല്ലാം നാം നേരിടുന്നു. ഇതിനെയെല്ലാം ബദൽ നയങ്ങളിലൂടെ അതിജീവിച്ച് സമ്പൽ സമൃദ്ധമായ കേരളം ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് കെട്ടിപ്പടുക്കാനാവുമെന്ന് എം.എ. ബേബി പറഞ്ഞു. തൃശൂർ KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദേശീയ സെമിനാർ EMS സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കശ്മീരിലെ ഭീകരാക്രമണവും 26 പേരെ കൊന്നൊടുക്കിയതും ആരെയും ഞെട്ടിപ്പിക്കുന്നതും പ്രതിഷേധാർഹവുമാണ്. ലോകത്തിലെ ഏതൊരു ജനാധിപത്യ ശക്തികളും ഭീകരവാദത്തെ എതിർക്കുന്നു. നയതന്ത്ര ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് മോദി സർക്കാർ തയ്യാറല്ല. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. മുമ്പുണ്ടായ പുൽവാമ ആക്രമണത്തിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. 1956 തൃശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക സമ്മേളനമാണ് 3 ഭാഗമായി കിടന്നിരുന്ന കേരളം ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളമായി മാറിയത്. അതിനു നേതൃത്വം EMS ആയിരുന്നു. 1957 EMS സർക്കാരാണ് കേരള പുരോഗതിക്ക് അസ്ഥിവാരമിട്ടത്. അത് തുടരുക തന്നെ ചെയ്യുമെന്ന് എം.എ. ബേബി പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. മാറുന്ന ലോകവും കേരളവും എന്ന വിഷയം അവതരിപ്പിച്ചാണ് എം.എ. ബേബി EMS സ്മൃതി ഉദ്ഘാടനം ചെയ്തത്. മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെക്കുറിച്ചുള്ള സ്മരണിക പോളിറ്റ് ബ്യൂറോ അംഗം U വാസുകിക്ക് നൽകി എം.എ. ബേബി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പ്രകാശ് കാരാട്ട് സംബന്ധിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ സ്വാഗതവും കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ ഡോക്ടർ MN സുധാകരൻ നന്ദിയും പറഞ്ഞു.